ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. അച്ഛന്റെ മർദ്ദനത്തിലാണ് അമ്മ മരിച്ചത് എന്ന മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സജിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുത്തിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ഉണ്ട്. വിശദാംശങ്ങളുമായി ദേവൻ, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? അതിനായി ഇന്ന് രാവിലെയോടെ കൂടി തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. നിലവിൽ ഇപ്പോൾ സജിയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മുട്ടം സെന്റ് മേരീസ് ഫെറോണ ചർച്ചിൽ നിന്നും അവിടുത്തെ സിമിത്തേരിയിൽ നിന്നും മകളുടെ പരാതിയെ തുടർന്ന് പിതാവിന്റെ മർദ്ദനമേറ്റാണ് മാതാവ് മരിച്ചതെന്ന മകളുടെ പരാതിയെ തുടർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനായി വീണ്ടും കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. നിലവിൽ ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ മെഡിക്കൽ സർജന്മാർ എത്തുന്നതോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമാകും ഭർത്താവ് സോണിക്കെതിരെയുള്ള കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമാകുക. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ ഈ പരിക്ക് പറ്റി കൊണ്ടുവന്ന സമയത്ത് കോടിപ്പടിയിൽ നിന്ന് വീണാണ് തലയ്ക്ക് പരിക്കേറ്റതെന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകൾ അന്ന് ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ മരണശേഷമാണ് ഭർത്താവിന്റെ ആക്രമണം മൂലമാണ് അമ്മ മരിച്ചതെന്ന ഒരു മൊഴി പോലീസിൽ മകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ ഈ തലക്കേറ്റ മുറിവ് ഏത് തരത്തിലുള്ള മുറിവാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ കഴിയും. ആ ഒരു കണ്ടെത്തൽ കൂടിയായിരിക്കും ഇനി മരണ കാരണവും ഒപ്പം തന്നെ ഈ മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവായിട്ടുള്ള സോണിക്കെതിരെയുള്ള കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തുക. ജനുവരി 8-ാം തീയതിയായിരുന്നു ചേർത്തലയിലെ വീട്ടിൽ വെച്ചിട്ട് സജിക്ക് ക്രൂര മർദ്ദനം ഏൽക്കുന്നത്. അന്ന് രാത്രി ഭർത്താവുമായി ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അതൊരു മർദ്ദനത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. മകളുടെ തന്നെ മൊഴി എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഈ ഒരു തർക്കത്തിനിടയിൽ അമ്മയുടെ തല ഭിത്തിയിൽ പലതവണ ഇടിക്കുകയും തള്ളിയിടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. കത്തിയുമായി മകളെയും കുത്താനായി ഓടിച്ചു. ഇവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അന്ന് രാത്രി ഈ സജിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് തലയ്ക്കടക്കം ശസ്ത്രക്രിയ അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കോമ സ്റ്റേജിലേക്ക് മാറിയ സജിയെ ഏകദേശം ഒരു മാസത്തിനോളം ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയും ചെയ്തു. ഈ ഒരു മാസം ചികിത്സയിൽ തുടരവെയാണ് കഴിഞ്ഞ ഞായറാഴ്ച സജി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ മരണത്തിന് കീഴടങ്ങിയ ശേഷമാണ് മകൾ പരാതിയുമായി ഈ രംഗത്തെത്തിയത്. ഒരുപക്ഷെ ഒരു ജീവന് ഭീഷണി ഉണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മകൾ ഈ ഒരു ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ ഭർത്താവ് സോണി പോലീസ് നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്. ഇതുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി തന്നെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസിന് ഈ മരണകാരണത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമാകും. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ തന്നെ ഈ സോണിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആതിര. ശരി, ദേവൻ MP ആണ് വിശദാംശങ്ങൾ നൽകിയത്.